നിങ്ങൾ 25-ാം വിവാഹ വാർഷികം ആഘോഷിക്കാതെ മകനെ കെട്ടിക്ക്. അപ്പം മകന് 24 വയസ്സേ ആയിട്ടുള്ളൂ. മകനെ കെട്ടിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ടല്ലോ, മകൻ്റെ കാര്യം ഈശോപ്പായും അമ്മ മാതാവും നടത്തി തരും. പറഞ്ഞു ഇല്ല, നിങ്ങൾ ഇരുന്ന് കണ്ണീരൊഴുക്കും, ഞങ്ങളുടെയൊക്കെ കാല് പിടിച്ചും കൊണ്ട് നിങ്ങളുടെ മകൻ്റെ കല്യാണം നടക്കാത്തതിന് നിങ്ങൾ കരയുമെന്ന് പറയും. അതിൻ്റെ ചങ്കിൽ കുത്തുന്ന ഒരു അനുഭവമായിപ്പോയി. എന്നിട്ട് ഞാൻ ശരിക്കും ഓർക്കുമ്പോൾ ചങ്ക് പൊട്ടി കരയും. എന്നിട്ട് ഈശോയോട് ഞാൻ പറയും, എൻ്റെ ഈശോയെ ആ കുഞ്ഞിനെ അറിവില്ലാതെ പറഞ്ഞു, അവനെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് അവനെ ശിക്ഷിക്കരുതേ. ഈശോപ്പായിട്ട് ഞാൻ അങ്ങനെ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഈശോപ്പായും എൻ്റെ അമ്മ മാതാവുമാണ്. നിങ്ങൾ എനിക്കെല്ലാം നടത്തി തരുന്നു, എൻ്റെ മക്കൾക്ക് കല്യാണവും നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇത് അപ്പം ഞാനിത് ഓർക്കാതെ കരയുമ്പോൾ എൻ്റെ മക്കൾ പറയും, അമ്മ എന്തിനാ കരയുന്നേ, എല്ലാ ഈശോ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഈശോയുടെ എൻ്റെ അമ്മ മാതാവിൻ്റെ മകളാണ്. എൻ്റെ ഈശോപ്പായും എൻ്റെ അമ്മ മാതാവും എനിക്കൊന്നും മോശമായിട്ട് തന്നിട്ടില്ല, എല്ലാം നന്മയെ തന്നിട്ടുള്ളൂ. അങ്ങനെ 24-ാമത്തെ വയസ്സിൽ അവനിത് പറഞ്ഞു. 25-ാമത്തെ വയസ്സ് ഞാനിവിടെ വന്ന് ഏപ്രിൽ 28-ന് 2022 ഏപ്രിൽ 28-ന് ഉടമ്പടി എടുത്തു. മെയ് ആദ്യ ആഴ്ച തന്നെ എൻ്റെ മകനൊരു വിവാഹാലോചന, അത് ഞങ്ങൾ കർണാടകയിൽ താമസിക്കുന്നു, കൊല്ലത്ത് നിന്ന് ഒരു വിവാഹാലോചന വന്നു. ഞങ്ങളത് ഫിക്സ് ചെയ്ത് വെച്ചു. 1.5 വർഷം കഴിഞ്ഞു. ഇന്നലെ എൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു കൊല്ലം മുണ്ടക്കൽ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മോളെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. 26-ാമത്തെ വയസ്സിൽ എൻ്റെ മകൻ്റെ കല്യാണം ഈശോപ്പായും അമ്മ മാതാവും നിന്ന് അതിമനോഹരമായി നടത്തി തന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞങ്ങൾ 3-ാം തീയതി അവിടെ നിന്ന് തിരിച്ചതാണ്. ഇന്നലെ കല്യാണം. എനിക്കിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് എന്നിട്ടും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്ന ഈശോപ്പായും അമ്മ മാതാവും ചെയ്തു തന്ന അനുഗ്രഹം എനിക്ക് എല്ലാവരെയും അറിയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നു, സാക്ഷ്യം പറഞ്ഞു.